ഹായ് ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു മലേഷ്യൻ ട്രിപ്പാണ്. ഞങ്ങളൊരു 3-4 ഫ്രണ്ട്സ് കൂടിയാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നു. കണ്ടോ படத்துல கண்ட அதே டின் டவர் ரெண்டு பில்டிங் நாளைக்கு முடிச்சிட்டு போயில பக்கத்து பின்னாடியே போலாமே. ஆமா, சப்போஸ் போயில போறதோட அந்த பக்கத்துல ஒட்டினா റോഡ് പോവാ. ഇപ്പം ഞങ്ങൾ നേരെ ജെൻഡിങ്ങിലേക്കാണ് പോകുന്നത്. ആദ്യം ജെൻഡിങ്ങിൽ അവിടെ ഒരു നൈറ്റ് നിൽക്കും. പിറ്റേ ദിവസം രാവിലെയാണ് കറക്റ്റായിട്ട് ജെൻഡിങ്ങിൽ പോകുന്നത്. ഈ ജെൻഡിങ് ഒരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും അതിൻ്റെ പരിസരങ്ങളിലൊക്കെ നല്ല. പിന്നെ കാസിനോയാണ് അവിടെ കൂടുതൽ. പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും പോയി കളിച്ച് എൻജോയ് ചെയ്യണ ഒരു സ്ഥലമാണ്. പിന്നെ തീം പാർക്കുണ്ട് പിള്ളേർക്ക് വേണ്ടി. ഇത് ഞങ്ങൾ ജെൻഡിങ്ങിലേക്ക് പോണ വഴിക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ്. ആ ഹോട്ടലിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഞങ്ങളൊരു 32ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. മുകളിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഏതായാലും വലിയ ചാർജൊന്നുമില്ല. ഇത് അവിടുത്തെ ഒരു മാർക്കറ്റ് താമസിക്കും, ചെറിയൊരു സിറ്റി പോലെ. അപ്പോൾ അന്ന് രാത്രി ഞങ്ങളവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ ജെൻഡിങ്ങിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് സ്കൈവേ വഴിയാണ് ജെൻഡിങ്ങിലേക്ക് പോകുന്നത്. ഇതിന് മുമ്പ് ഞങ്ങൾ പണ്ട് ജെൻഡിങ്ങിൽ പോയിട്ടുള്ളതാണ്, 10 കൊല്ലം മുമ്പ്. അന്ന് പിള്ളേരൊക്കെ ചെറുതായിരുന്നു. തീം പാർക്കിലൊക്കെ പോയി. അപ്പോൾ ഇന്ന് ജസ്റ്റ് കാസിനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ വേണ്ടിയാണ് ഈ പോണത്. ഹായ് ഗായ്സ്, ഹായ് ഹായ്. We are entering to Sky Center Skyway Station. സ്കാൻ ചെയ്തു, അകത്ത് കയറി. ഇതാണ് കേബിൾ കാർ. ഇപ്പോൾ ഇവിടെ സമയം 8 മണിയായി. 7 മണിക്ക് ഇവിടെ സ്റ്റാർട്ടാവും. ചാടി കയറിക്കോ. ചാട്. നീ ഒരു ടിക്കറ്റ് സ്കാൻ ചെയ്ത ടിക്കറ്റ് പിന്നെ വാലിഡി അല്ല, അത് മാറ്റി വെച്ചിട്ടുണ്ട്. കൃഷ്ണന്മാർ ഒരു കണക്കിന് ചാടി കയറി. അതെ, ഞാൻ നേരത്തെ കയറി. ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഓഫ് ദ കേബിൾ കാർ. ചേട്ടാ ഇപ്പഴത്തെ കേട്ടോ അതാണ്ട് നമ്മ 5 പേര് എങ്ങനെ ഇരുപ്പോ എപ്പോഴും കറങ്ങിയെടുക്കണം. തിരിപ്പി വരുമ്പോ ഇറങ്ങാനുള്ള സമയത്ത് ചിൻസ്വി സ്റ്റേഷൻ. അടുത്ത ഇന്നൊന്ന് പോണോ? മേലെ ചാടിക്കോട്ടാ, വണ്ടി നിർത്തൂല. നമ്മൾ ഇറങ്ങല്ലേ ഇത് മേലെ നമുക്കിനിയും പോകാനുണ്ട്. നമ്മൾ സ്റ്റേഷൻ എത്തിയിട്ടില്ല. വലിക്കണില്ലല്ലോ.
ആളില്ലാത്തൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട്, ആളുള്ളത് വലിച്ചു വെച്ചാൽ പോകുന്നുണ്ട്. വാട്ടർഫാൾസ് അവർക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ பண்ணங்க ഓരോരുത്തർക്ക് ഓരോ ഉദാഹരണം കയറി പോകാൻ പറഞ്ഞാൽ വാട്ടർഫാൾസ് സെന്റിങ്ങിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ വാട്ടർഫാൾസ് ആണ് ഇത്. അപ്പോഴും താഴെ അവിടെ പൈപ്പ് വന്നുകൊണ്ടിരിക്കും. നമ്മള് റോഡ് വഴി വരികയാണെങ്കിൽ ഇത് വഴി മുകളിലോട്ട് കയറി പോണം. കാറുകൾ അടിച്ചു പറത്തി പോകുന്നതാണല്ലേ. ഈ മല കംപ്ലീറ്റ് ഒരാളുടെ എന്ന് പറയണ അല്ലേ? ചേട്ടാ അവിടെ നിന്നിരുന്നേ. ഇതെല്ലാവരും പൊട്ടിയുള്ള അവസ്ഥ. അതല്ലെന്നേ ഇതൊന്നും പൊട്ടില്ല. ഈ റോപ്പ് നോക്കി, റോപ്പിന്റെ തിക്നെസ് നോക്കി. നമ്മുടെ സ്റ്റാൻഡേർഡ് ആണെങ്കിലേ ഇപ്പൊ ചിൻവി സ്റ്റേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു സ്റ്റേഷൻ കൂടി ഉണ്ട്. അവിടെയാണ് നമ്മുടെ സ്ഥലം. അയ്യോ, അതും കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ. ഇവിടെ ഒരു ബിൽഡിംഗ്, അത് കഴിഞ്ഞ് അങ്ങേയും പോകുന്നു. ഇതിന്റെ മുകളിൽ ഒരു ബിൽഡിംഗ് കൂടി 50 നിലയുണ്ടെന്നോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇറങ്ങി ഇവിടെ പരിസ്ഥിതി പ്രശ്നക്കാരും എല്ലാരും വന്നിട്ട് പണി നിർത്തിക്കും അല്ലേ? പറ്റില്ലെന്നും പറഞ്ഞു നോക്കി. ഇല്ല, അത് കറക്റ്റ് ആണ്. പ്രോപ്പർ സോയിൽ ടെസ്റ്റ് എല്ലാം ഭയങ്കരമായി വേണം. ചെയ്യണം. ഫൈലിംഗും ഫൈലിംഗ് എല്ലാം അவ்வளോ സ്ട്രോങ് ചെയ്തിട്ട് ചെയ്യുള്ളൂ. സൂപ്പർ ചേട്ടാ. ഇവിടുന്ന് താഴോട്ട് കേട്ടോ, സൂപ്പർ വ്യൂ ആയിരിക്കും. ഇന്ന സ്റ്റേഷൻ முடிச்சு இன்னொரு ஸ்டேஷன் கூட இருக்கு நினைக்கிறேன். அதுக்கு மேலே போயிட்டு இருக்கு. இல்ல ஜி, அங்க பாருங்க, அந்த ஸ்டேஷன் தான் அங்க வந்துருச்சு. அங்க கார் போகுது, இன்னும் போகுது. അവിടെ നിന്ന് അടുത്ത സ്റ്റേഷൻ ഉണ്ടോ ഇനി? மேலே ഇത് നോക്കി. ഇനി അങ്ങിരുന്ന് പോறதுக்கு വേറെ ടിക്കറ്റ് இருக்குமோ? കാറിൽ വരികയാണെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും? 10 കിലോമീറ്റർ ഉണ്ടാവില്ലേ ഈ മല? മല ഇങ്ങനെ കയറി 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 ചിലപ്പോൾ അതിൽ കൂടുതൽ കാണുമല്ലേ? കുറെ കയറാൻ ഉണ്ടാവും. വരണം. അയ്യോ, സൂപ്പർ. ഇതിനു മുമ്പ് ചെന്നെങ്കിലും വന്ന ടാക്സിയിൽ അവർ നേരെ ഇവിടെ കൊണ്ടിറക്കി. അതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ല. അതൊരു 5-8 വർഷം മുമ്പ്. 5-8 കേട്ടോ, 2015. 10 വർഷമാകുമ്പോൾ 10 വർഷമാകുമ്പോൾ. $10,000 റൂമുണ്ടെന്ന് പറയണ ഇവിടെ ഹോട്ടൽ. സന്തോഷ് കുളങ്ങര പറയണ കാര്യമില്ലേ? അമ്പലച്ചുപ്പികളെ നമ്മുടെ തമഞ്ചുറങ്ങിലുള്ള അതേപോലത്തെ ബിൽഡിങ്, ചൈനീസ് ബിൽഡിങ് കണ്ടില്ലേ? ഞാനെടുത്താ പറയുന്നത് വീഡിയോയിലാണോ? നമ്മളെടുത്താ വീഡിയോയില്. ഇൻ കേസ് അങ്ങനെ നമ്മൾ ഇനിയിപ്പോ ഒരു അവര് എഴുതിയിട്ടുണ്ട് ഇൻ കേസ് ഓഫ് 100 മീറ്റർ സമാധാനിച്ച് ഇവിടെ ഇരിക്കുക. അടി ഹൈറ്റിൽ നമ്മൾ വരണേ. മേളിൽ നിന്ന് ഇറങ്ങുമ്പോ കൊഞ്ചാടും. കേബിൾ ഏതാണ്ട് ഡാമേജ് ആയ മാതിരിയാണല്ലോ മുകളിലത്തെ. അയ്യോ അയ്യോ, അങ്ങോട്ടൊക്കെ അത് അത് ഇറങ്ങുന്നില്ലെന്ന് തോന്നുന്നു. അതിൽ കണക്ഷൻ ഇല്ല. അതിൽ കണക്ഷൻ ഇല്ല. അത് ഇത് റിക്കവറി കേബിൾ ആണെന്ന് ചേട്ടാ. ഇതിന്റെ സ്ട്രോങ് ബാക്ക് ആണ് ആ ബിൽഡിംഗ്, ആ പോസ്റ്റിന്റെ. ചേട്ടാ ചേട്ടാ നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പുറകിൽ വീഡിയോ എടുക്കാം. ഇരിക്കും എത്തിയല്ല നമ്മളങ്ങനെ പടുകൂറ്റൻ ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടി നമ്മൾ മന്ദം ഒരാൾക്കും ഒരു ശല്യമില്ല അല്ലേ? നമ്മുടെ നാട്ടില് ഇത് കളിക്കുന്ന 4 പോസ്റ്റ് കുഴിച്ചിട്ടിട്ട്
കത്തിപ്പോക്കും. ഈ അപ്പാർട്ട്മെന്റൊക്കെ തീ പിടിച്ചാലായിരിക്കും ഇവിടെ. ஸ்டார்ட் ചെയ്തു ഇതെല്ലാം സ്റ്റാർട്ട് പണിയാച്ചു. ഇതുപോലെ ആളുണ്ട്, അപ്പാർട്ട്മെന്റ് ആണല്ലേ, അതുകൊണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ താമസിക്കുന്നുണ്ട്. കാറ് പാർക്ക് ചെയ്തേക്കണത് ഹോട്ടലാണത്. ഹോട്ടലല്ല, അപ്പാർട്ട്മെന്റ് ഇവിടെ പണിക്ക് പോയി തിരിച്ചു വരണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി അടുത്ത സ്റ്റേഷൻ എത്തിയല്ലേ? സ്റ്റേഷനായിട്ടല്ല, അല്ല അത് കഴിഞ്ഞോട്ട് കേട്ടോ, നമുക്ക് ഇനിയുണ്ട്. ഇനിയും പോകണമല്ലോ. ടെമ്പററി ഏതോ പണിയെടുക്കാൻ അവരെന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. ഇതാണ് കാസിനോയുടെ എൻട്രൻസ്. വൈഫൈ ഉള്ളവന്മാർ വന്ന് എന്റർടൈൻ ചെയ്യുന്ന സ്ഥലമാണ്. പ്രൈസ് വിളിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കാസിനൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്, സമയമില്ലാത്തതുകൊണ്ട്. ഇപ്പം ഈ താഴെ കാണുന്നതെല്ലാം തീം പാർക്കും ആ നേരെ കാണുന്ന ബിൽഡിങ് ഹോട്ടലുകളും കണ്ട 10,000 റൂമുകളൊക്കെ ഉണ്ടെന്നാണ് പറയണത് ഇവിടെ. നല്ല കാറ്റ്, ഇപ്പൊ തണുപ്പുണ്ട് അല്ലേ? അങ്ങോട്ട് നോക്കേട്ടോ, മിസ്റ്റ് കാണണമെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു പോകും. അയ്യോ ടക്കെന്ന് ഫോഗ് വന്നു. പറന്ന് പോകും പോലെ. മൊയ്തീനെ ഇത് മിസ്റ്റ് അല്ലടാ, അത് ഇടിക്കുവോ? അത് പളസ് ജി പളസ് പഴയ സ്കൈ വേ ഊഞ്ഞാലാണെന്ന് പറയുമ്പോ അവരിതുണ്ടല്ലോടാ, ഒരു ആന്തല അതുണ്ടാ. എനിക്ക് സാധാരണ ഉണ്ടാവേണ്ടത് നമ്മൾ താമസിച്ച ഹോട്ടൽ കാണുന്ന ലാസ്റ്റ് ഹോട്ടല് എന്ന് പറയാം, അപ്പാർട്ട്മെന്റ് ആണ് ശരിക്കില്ല. അത് വലിയ ബിൽഡിംഗ്. ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻ എത്തി. ഓ ബ്രേക്ക് ചെയ്തു. ഇതിന്റെ മോട്ടോർ വയ്ക്ക് അല്ല, ഫ്ലൈ വീലാണ്. പുള്ളി നോക്കല്ലേ. ഇതിന് ചാർജിങ് ഒക്കെ അയ്യോ, ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് ചെയ്താന്നോണോ അവര്. സ്പീഡ് കൂട്ടിയോ? മലേഷ്യയിൽ ഇപ്പോൾ ഈ കേബിൾ കാറിന് 18 റിങ്കിറ്റ വന്നിട്ടുള്ളൂ. സിംഗപ്പൂർ സെന്തോസയിൽ നമ്മൾ ഈ കേബിൾ കാർ എടുക്കണമെങ്കിൽ അവർ എത്ര ആശ മേടിക്കണത്? $35 ഇപ്പോൾ 18 റിങ്കിറ്റ് എന്ന് പറയുമ്പോൾ $7 വരുന്നുള്ളൂ. ഭയങ്കര ലാഭമാണ് ഇവിടെ. അതും എത്ര ദൂരം ഇവിടെ. അവിടെ ആണെങ്കിൽ ചെറിയൊരു ഡിസ്റ്റൻസിലാണ് ഇത്രയും കാശ് മേടിക്കുന്നത്. ചൂടുണ്ടാവില്ലായിരിക്കും ഇവിടെ അല്ലേ? ഇവിടെ എപ്പോഴും ഇതിന്റെ ജില്ലസ് കൂടെ അല്ലാതെ കുറഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ ചില്ല് ചെയ്യുന്നത് അല്ലേ? ചില്ലൗട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഒരു സ്റ്റേഷൻ കാണാതാ, അത് കഴിഞ്ഞ് വീണ്ടും ആയിരിക്കും വേണം. ഓക്കെ, ശശി കണ്ട്രാജിന്റെ ഉറക്കാണ്. എന്ത് ഗ്യാരണ്ടിയിലെ ഇവന്മാർ ഇതിന്റെ മുകളിൽ പണത്ത് വെച്ചേക്കണേന്ന് അറിയാൻ പാടില്ലല്ലേ? ഇവിടെ പിണറായി അല്ല, അതല്ല ഈ മല
ഇത്രയും മഴയുമുള്ള സ്ഥലമാണ്. ഇവർക്കൊരു പേടിയില്ലേന്ന് ഉരുൾപൊട്ടും. ഇപ്പോൾ 9 മണിയായി. നോക്കിയേ ആൾക്കാരുടെ വരവ്. നമ്മൾ വരുമ്പോൾ ആരും ഉണ്ടായില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് 18 റിങ്കിറ്റാണ് കേട്ടോ. സിംഗിൾ ആണെങ്കിൽ 10. ആരോ പെയിൻറ് ചെയ്തതാ. നമ്മളങ്ങനെ എൻഡിങ്ങിൽ നിന്ന് വന്ന് തിരിച്ച് 10K മുരുകൻ ടെമ്പിൾ പോകാൻ വേണ്ടി വണ്ടിയുടെ അടുത്ത് വന്നു. ഏതോ വെള്ളമുണ്ടോ? വെള്ളമല്ലേ? കുറവാ. കൂളന്റ് വാങ്ങി വെക്കും. ആ കൂളന്റ് കിട്ടിയ. അപ്പോൾ നമ്മുടെ സാരഥി ചേഞ്ച് ആയിട്ടുണ്ട്. പുതിയ സാരഥി. അപ്പോൾ എല്ലാവരും ഇനി ഒന്ന് ഇറങ്ങിക്കോ. ഈ ഇവിടെ 2 ബിൽഡിംഗ് ആയിട്ടാ കാർ പാർക്ക് ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരെണ്ണത്തിൽ അറൗണ്ട് 2500 കാർ പാർക്ക് ചെയ്യാം. അങ്ങനെ ടോട്ടൽ ഒരു 5000+. ഈ ഒരു ഇവിടുന്ന് മാത്രം കേട്ടാ. ഇതുപോലെ വേറെ ഇതും കൂടി കാർ പാർക്ക് ഉണ്ട്. D2ലേക്ക് പോകണം. ഒരു 5000-ഓളം കാർ പാർക്ക് ചെയ്യാൻ പറ്റും. കാർ പാർക്ക് എത്ര സ്റ്റോറി അല്ലേ? നമ്മൾ പോണത് അവന്മാര്. അപ്പോൾ ഫ്രണ്ടിൽ പോണവന്മാർ എത്രയിലായിരിക്കും പോണത്? നമ്മൾ പോകുന്ന 10K ഹില്ലാണ് ആ കാണുന്നത്. ബൈക്ക് റൈഡേഴ്സ്. എല്ലാം 1000+ ആണ്. എല്ലാം 1000+ CC. നാളെ കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും നമുക്ക് അകത്ത് കയറി നോക്കാം. ആ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ താഴെയുള്ള അമ്പലത്തിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. നേരെ സമയമില്ലാത്തതുകൊണ്ട് നേരെ മുകളിൽ കയറി തിരിച്ചു വരണ്ടായിരുന്നു. ഈ പ്രാവശ്യം താഴെയുള്ള എല്ലാ അമ്പലത്തിലും കയറി തൊഴുതിന് ശേഷമാണ് മുകളിൽ കയറിയത്.
വാനരന്മാർ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ കഴിഞ്ഞു തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോണ വഴിക്ക് നമ്മുടെ GPS-ന്ന് ഒരു അലേർട്ട് വന്നു. മുന്നോട്ടുള്ള യാത്രയിൽ ഒരു 1 hour ഡിലേ ആവും, ഭയങ്കര ബ്ലോക്കാണെന്നും പറഞ്ഞ് അവർ വേറെ ഒരു വഴി നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ആ വഴി നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരു ഗ്രാമം വഴി പോവാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മലേഷ്യയിലെ ആ വില്ലേജ് വഴി സിംഗപ്പൂരിലേക്ക് തിരിച്ചു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൈവേ ഫുള്ള് ജാമായതുകൊണ്ട് ഞങ്ങൾ ഒരു ഗ്രാമം വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പിടുത്തമില്ല വണ്ടി ഏത് വഴിക്കാണ് പോണേന്ന്. പക്ഷെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് പോണത്. യാതൊരു ഇല്ല. എവിടെ എത്തുന്നു അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ ഒറ്റ സിംഗിളായിട്ടുള്ള വീടുകളുണ്ട്. ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്. എല്ലാം പൊക്കിയാണ് ചില വീടുകൾ പണിത് വെച്ചത്.
അങ്ങനെ ഈ മലേഷ്യൻ ട്രിപ്പ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി അടുത്ത പോക്കിന് നമുക്ക് കാണാം.